നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ COA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനാചരണവും KSEB ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരവും നടത്തി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെ അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നാട്ടിക ആരിക്കിരി ഭഗവതി ക്ഷേത്ര മഹോത്സവം. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ COA സംസ്ഥാന കമ്മിറ്റി കരിദിനാചരണവും ജില്ലകൾ കേന്ദ്രീകരിച്ച് KSEB ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരവും നടത്തി. സംസ്ഥാന തലത്തിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി തൃപ്രയാർ മേഖലാ കമ്മിറ്റി തൃപ്രയാർ KSEB സെക്ഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് സമരം ഉദ്ഘാടനം ചെയ്തു. ആ വൈദ്യുതി പോസ്റ്റുകളിലൂടെ കേബിളുകൾ വലിക്കുക എന്ന് പറഞ്ഞാൽ അത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഈ കേബിളുകൾ കൊണ്ടുപോകുന്നത്. ഈ കേബിളുകൾ നിർവഹിക്കുന്നത് വിലമതിക്കാനാകാത്ത സാമൂഹിക പ്രതിബദ്ധതയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജിയോക്ക്, റിലയൻസിന്, ഇന്ത്യയിലെ CTVക്ക് അല്ലെങ്കിൽ സൺ നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ള കുത്തക ഭീമന്മാർക്ക് കേരളത്തിലെ കേബിൾ വ്യവസായത്തെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധം പ്രതിരോധത്തിന്റെ കോട്ട കെട്ടാൻ ഈ ചെറുകിട വ്യവസായ സംരംഭകർക്ക് കേബിൾ TV രംഗത്ത് സാധിക്കുന്നുണ്ട്. അങ്ങനെ സാധിക്കുന്നതിൽ ഈ വൈദ്യുതി പോസ്റ്റുകൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ആ വൈദ്യുതി പോസ്റ്റുകളുടെ മാസവാടക ഇങ്ങനെ വൻതോതിൽ ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച് ഈ വ്യവസായത്തെ തകർക്കാൻ KSEBയിൽ ഉദ്യോഗസ്ഥന്മാരെ അനുവദിക്കുവാൻ പാടുള്ളതല്ല, ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ഇടതുപക്ഷം ഈ നയത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ഈ LDFന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ചെറുകിട വ്യവസായ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമായിട്ടുള്ള കേബിൾ TV വ്യവസായത്തെ തകർക്കുന്ന ഒരു നിലപാടും നിങ്ങൾ സ്വീകരിക്കരുത്. മാസവാടകയെ സംബന്ധിച്ച് അനുഭാവപൂർണമായ ഒരു തീരുമാനം സംസ്ഥാന ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് COA പ്രതീക്ഷിക്കുന്നത്. COA മേഖലാ വൈസ് പ്രസിഡന്റ് CR രമണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ആ ചെറുകിട സംരംഭം ഇന്ന് വളർന്ന് വലുതായി കേരള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനായി മാറിയിരിക്കുന്നു. നമ്മൾ ഓർക്കുന്നു, KSEBയുടെ ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ, ആ പോസ്റ്റുകളിലൂടെ കേബിൾ TVയുടെ കേബിൾ വലിക്കുന്നതിന് വേണ്ടി സർക്കാരിനെയും KSEBയെയും പലവട്ടം ഇതുമായി ബന്ധപ്പെട്ടവർ നിരന്തരമായി സമീപിച്ചപ്പോൾ നിഷേധാത്മക സമീപനം സ്വീകരിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ ആട്ടിപ്പായിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അസോസിയേഷൻ നടത്തിയ നിയമയുദ്ധത്തിൻ്റെ, കേരള ഹൈക്കോടതിയിൽ നടത്തിയ നിയമയുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇലക്ട്രിസിറ്റി പോസ്റ്റുമേൽ കേബിൾ വലിക്കാനുള്ള അനുമതിയും അവകാശവും കിട്ടിയത്. അത് കാലാനുസൃതമായല്ല, കാലാതീതമായി തന്നെയുള്ള വലിയ വർധനവാണ് അതാത് കാലത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾ ചെയ്തു പോരുന്നത്. അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്, കേബിൾ വലിച്ചിട്ടുള്ള, സ്ഥിരമായി കേബിൾ വലിച്ചിട്ടുള്ള ഉപയോഗിക്കുന്ന പോസ്റ്റുമേൽ കൂടി അധികമായി ഒരു കേബിളും കൂടി വലിക്കുമ്പോൾ അതിന് അധിക വാടക അല്ലെങ്കിൽ കൂടുതൽ വാടക കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കേബിൾ TV ഓപ്പറേറ്റർമാർ മാറുകയാണ്. ഇത് കേബിൾ TV രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഇല്ലാതാക്കുന്നതിനും അവരെ പട്ടിണിക്കിടുന്നതിനും അവരെ അടച്ചുപൂട്ടിക്കുന്നതിനുമുള്ള KSEBയുടെയും സർക്കാരിൻ്റെയും അതിനിഗൂഢമായ തന്ത്രമായി മാത്രമേ ഇതിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഈ KSEBയുടെ കാര്യം പറയുമ്പോൾ അത് കേബിൾ TV രംഗത്ത് മാത്രമല്ല, സാധാരണക്കാരൻ്റെ വൈദ്യുതി നിരക്ക് എത്ര ശതമാനം ഈ സമീപകാലത്ത് കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം കുത്തക മുതലാളിമാർക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടപ്പാക്കുന്നവർ കുത്തക മുതലാളിമാരുടെ പ്രതിനിധികളാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരത്തിൽ അതിനെ കാണാതെ നമ്മുടെ ഇത് ന്യായമായ ഈ അവകാശം നമ്മൾക്ക് ജീവിക്കാനുള്ള പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നത്. അതിനുവേണ്ടി
സാധാരണക്കാരൻ്റെ ജീവിതത്തെ തികച്ചും ആദിയിലേക്ക് തള്ളിവിടുന്ന ഈ നിലപാടുകൾ അത് തിരുത്താൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാവണം. KSRT ഉദ്യോഗസ്ഥന്മാരാണ് അതിന് കാരണക്കാരെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥന്മാരെ കുപ്പത്തൊട്ടിയിലേക്ക് എറിയാൻ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ മുൻകൈ എടുക്കണം. അവരതിനു വേണ്ടി തയ്യാറാവണം. അത്തരം ഉദ്യോഗസ്ഥന്മാരല്ല ഇവിടെ ഇത്തരത്തിലുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുപ്രധാനമായ വകുപ്പുകളോ അതിൻ്റെ തലവന്മാരായിരിക്കേണ്ടത് ഇത്തരം ജനവിരുദ്ധ നയങ്ങൾ കൈക്കൊള്ളുന്ന ഉദ്യോഗസ്ഥന്മാരല്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ ഈ സമരത്തിന് കഴിയണം. COA മേഖലാ സെക്രട്ടറി സുമേഷ് കുമാർ, മേഖലാ ട്രഷറർ EL ടോണി എന്നിവരും സംസാരിച്ചു. ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് CR രഗേഷ് ശർമ്മയ്ക്ക് തൃപ്രയാറിൽ പൗരസ്വീകരണം നൽകി. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നിന്നും തുറന്ന ജീപ്പിൽ രഗേഷ് ശർമ്മയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തൃപ്രയാറിലേക്ക് ആനയിച്ചു. തുടർന്ന് ഡ്രീംലാൻഡ് ഹോട്ടലിൽ ചേർന്ന സമാധരണ യോഗം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കുടുംബാംഗങ്ങൾ JC പ്രസ്ഥാനവുമായി ബന്ധമുള്ള ആളുകൾ ഒരുപാട് 1000 നാവ് രഗേഷിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്നെ പോലുള്ള ആളുകൾക്ക് 1000 നാവുകൾ അനന്തനെ പോലെ നേരെ പുലരുന്നത് വരെ പറഞ്ഞാലും മതിയാകില്ല. ഞാൻ CR രഗേഷ് ശർമ്മയെ പരിചയപ്പെടുന്നത് 1999 നാട്ടിക കോളേജിലെ പ്രീഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന രഗേഷ് ശർമ്മ അന്ന് JC പ്രസ്ഥാനത്തിൽ നിന്നും രഗേഷ് ശർമ്മ JC തുടങ്ങിയ കാലം അംഗം ആയിട്ടുണ്ട്. നാട്ടിക കോളേജിൽ മിടുകനായ ഒരു പ്രീഡിഗ്രി വിദ്യാർത്ഥി ഉണ്ടെന്നും ആ മിടുകൻ നല്ല വായനാശീലമുള്ള പ്രഭാഷണ ചാതുര്യമുള്ള ആളുകൾ നന്നായി ബിഹേവ് ചെയ്യുന്ന ഒരു സുന്ദര കുട്ടപ്പനാണെന്ന് എനിക്ക് കോളേജിലുള്ള നമ്മൾ ചില സഹപ്രവർത്തകന്മാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായി. സ്വാഭാവികമായും രഗേഷ് ശർമ്മയെ പരിചയപ്പെടാൻ ആഗ്രഹമുണ്ടായി. രഗേഷ് ശർമ്മയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് 99 അങ്ങനെയാണ്. അന്ന് തന്നെ പ്രീഡിഗ്രി ആയിരുന്നൊരു വിദ്യാർത്ഥി നാട്ടിക ശ്രീനാരായണ കോളേജിൽ പ്രീഡിഗ്രി കാലത്ത് തന്നെ ഡിഗ്രിയിലും പോസ്റ്റ് ഗ്രാജുവേഷനും പഠിക്കുന്ന കുട്ടികളുടെ കൂടി പ്രിയപ്പെട്ട അനുജനോ സുഹൃത്തോ ആയി മാറുന്ന പെട്ടെന്ന് അംഗീകാരം നേടിയെടുക്കുന്ന ഒരാളായി മാറി. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷൈൻ T ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. JCI മുൻ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV വാമനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജഡ്ജ് CR ദിനേശ്, JCI മുൻ ദേശീയ പ്രസിഡന്റുമാരായ സന്തോഷ് കുമാർ, രാംകുമാർ മേനോൻ, അനീഷ് മാത്യു, മുൻ ജനറൽ ലീഗൽ കൗൺസിലർ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, JCI ഇന്ത്യ സോൺ പ്രസിഡന്റ് അരുൺ ജോസ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. MA ഹാരിസ് ബാബു, അനിൽ പുളിക്കൻ, VN പ്രേംകുമാർ, ആന്റണി സേവ്യർ, CK സുഹാസ്, സൂരജ് വേളയിൽ, CG അജിത് കുമാർ, ജിനോ പൊയ്യാറ, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, അഞ്ജലി മനോജ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ അഡ്വക്കേറ്റ് CV വിശ്വേഷ്, കോർഡിനേറ്റർമാരായ സാനി K ജോസഫ്, അഡ്വക്കേറ്റ് TN സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. രഗേഷ് ശർമ്മ മറുപടി പ്രസംഗം നടത്തി. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ഹൃദയത്തിലെന്നും ND ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കാവ് സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചു. തോന്നിയക്കാവ് ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള മണ്ണാംപറമ്പത്ത് കാവിനരികെ നടന്ന ചടങ്ങിൽ വലപ്പാട് GDM LP സ്കൂൾ പ്രധാനാധ്യാപകൻ CK ബിജോയ് കാവ് സംരക്ഷണ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കാവ് സംരക്ഷകരായ ദീപ, രാധിക, കർഷകൻ പ്രകാശൻ കൊളങ്ങര എന്നിവരെ കാപ്പിരിക്കാവ് ദേവസ്ഥാനം മഠാധിപതി ഷിജു കാപ്പിരിക്കാവ് പൊന്നാടണിയിച്ച് ആദരിച്ചു. പൊതുപ്രവർത്തകൻ പോൾ ചിക്ലപ്പിളി, ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ, അംഗൻവാടി അധ്യാപിക സതി രംഗൻ എന്നിവർ സംസാരിച്ചു. കാഞ്ചന ശാന്തകുമാരി കല്ലാറ്റ്, രഘു കുരുവേലി, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. ഇത്തവണ കാവ് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പ്രവൃത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്തവണയും കാവ് സംരക്ഷണത്തിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കാവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇരിക്കുന്നവരും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു നാട്ടിലെ ഒരു ഒരു കൊച്ചു വനമാണ്, ഒരു ചെറിയ വനമാണ് കാവുകൾ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് കാവുകൾ നിലനിൽക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ എന്നതിനപ്പുറം അതൊരു സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാവുകൾ കേരളത്തിലെ എങ്ങും നിലനിൽക്കുന്നത്. തൃപ്രയാർ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു.
പ്രസിഡന്റായി അഞ്ജലി മനോജ്, സെക്രട്ടറിയായി കൃഷ്ണ ഷൈൻ, ട്രഷററായി സലാഹുദ്ദീൻ PH എന്നിവരാണ് സ്ഥാനമേറ്റെടുത്തത്. ചടങ്ങിൽ പ്രസിഡന്റ് സൂരജ് വേളയിൽ അധ്യക്ഷനായി. JCI ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രകേഷ് ശർമ്മ മുഖ്യ അതിഥിയായിരുന്നു. ഇടുക്കി, തൃശൂർ, എറണാകുളം ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള JCI ഇന്ത്യ സോൺ 20യുടെ പ്രസിഡന്റ് അരുൺ ജോസ് വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു. JCI മുൻ അന്താരാഷ്ട്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈൻ ഭാസ്കരൻ, അലൻ ആന്റണി, അമൽ MS, ഹരി ജയറാം, അഭിഷേക് പ്രദീപ്, സിദ്ധേഷ് ശശിധരൻ, ഷൈനി സജിത്, രാജി സൂരജ്, ധന്യ ഷൈൻ, അദ്വൈത് മനോജ്, ആര്യൻ ജയപ്രകാശ്, വീണ ഹരി, മോഹസിൻ പാണ്ഡികശാല, ശ്രേയ അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. സിനിമകളെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് തമിഴ് സിനിമകളെയൊക്കെ സ്നേഹിക്കുന്ന, അതിലുപരി ഞാൻ കണ്ട ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റലേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറേ നാളുകളായി ഇൻസ്റ്റലേഷൻസും JCI പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുണ്ടല്ലോ, 2-3 മാസം പ്രായമുള്ള കൊച്ചുകുട്ടിയെ രാത്രി മുഴുവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉറങ്ങാതിരിക്കുന്ന ഈ ഫാമിലി മാൻ. ചില ദിവസം രാത്രി ഞാൻ ഓർക്കുന്നത്, ഒരു ദിവസം രാത്രി 12 മണി കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സെപ്പി എവിടെയാണ് ബർത്ത് കിട്ടുക? കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിന അനുസ്മരണവും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. മുൻ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഗോഡ്സെ എന്ന് പറയുന്ന ഒരു ഗാന്ധി ഘാതകനാക്കിയ ആ പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ആ പ്രത്യയശാസ്ത്രം ഇന്ന് രാജ്യം ഭരിക്കുകയാണ്. സംഘപരിവാർ എന്നാണ് അതിൻ്റെ പേര്. RSS എന്നാണ് അതിൻ്റെ സംഘടനാ രൂപം. അതിൻ്റെ നേതാക്കന്മാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാഷ്ട്രപതിയും ഗവർണർമാരും ഒക്കെ. അപ്പോൾ ഗാന്ധി ഘാതകരുടെ പ്രത്യയശാസ്ത്രം രാജ്യം ഭരിക്കുന്ന ഒരു കാലത്ത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ ഓർമ്മിക്കുക എന്നത് തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. DC സെക്രട്ടറിമാരായ VG അശോകൻ, CM നൌഷാദ്, PK രാജൻ, KP ജയറാം, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ, ബ്ലോക്ക് ഭാരവാഹികളായ ഉസ്മാൻ, സുഗന്ധിനി ഗിരീഷ്, ജിജു വൈക്കാട്ടിൽ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ EB ശിവപ്രസാദ്, ഉണ്ണികൃഷ്ണൻ, സിജിത്ത്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസാ തിലകൻ, AM നൂറുദ്ദീൻ, രാഘനാഥൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ദുബൈ ഇൻകാസ് ഭാരവാഹി സഗീർ, ഖത്തർ ഇൻസാഖ് ഭാരവാഹി സുനിൽ വാലത്ത്, കവി ബഷീർ എന്നിവരെയും ആദരിച്ചു. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ വെൽഫെയർ പാർട്ടി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് VA ഹാരിസ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വാഹിദ്, ബഷീർ വലപ്പാട്, മണ്ഡലം സെക്രട്ടറി നസീർ എടശ്ശേരി, മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ തളിക്കുളം എന്നിവർ സംസാരിച്ചു. VA റംല, PK അബ്ദുൾ റഹ്മാൻ, മുഹമ്മദ് പത്താങ്കല്ല്, അസ്ലം താനിയം, MK മുബാറക്, ഷഹീദ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് DYFI മണലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, DYFI മേഖലാ സെക്രട്ടറി CM വിഷ്ണു, പ്രസിഡന്റ് അരുൺ ആനന്ദ്, AS ദീപക്, അജീഷ് അജ്കിയൻ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷ മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തി. വിവിധ പദ്ധതികളുടെ നടത്തിപ്പിൽ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിൽ ആവശ്യമായ പരിഗണന നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു ബഹിഷ്കരണം. തുടർന്ന് മെമ്പർമാർ പഞ്ചായത്തിന് മുൻപിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധവും സംഘടിപ്പിച്ചു. UDF അംഗമായ വൈശാഖ് വേണുഗോപാൽ മെമ്പറായ 20-ാം വാർഡിൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഉൾപ്പെടുത്തിയ പദ്ധതികൾ രാഷ്ട്രീയപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അട്ടിമറിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഫാത്തിമ സലീം ആരോപിച്ചു. മെമ്പർമാരായ അനിത ത്രിദീപ് കുമാർ, അജ്മൽ ഷെരീഫ്, CG സുരേഷ്, വൈശാഖ് വേണുഗോപാൽ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാക്കളായ സന്തോഷ്, CR അറുമുഖൻ, സുമേഷ് പാനാട്ടിൽ, ജൈക്കോ, അഭിലാഷ് തേവർക്കാട്ടിൽ, ബിനോയ് ലാൽ, സജിത്രൻ തയ്യിൽ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നമ്മളിന്ന് പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു. പഞ്ചായത്ത് ഭരണ കമ്മിറ്റിയിൽ വികസന സെമിനാർ കഴിഞ്ഞ് പദ്ധതിയുടെ
നമ്മുടെ പദ്ധതി വിശദീകരണത്തിനിടയിൽ 20-ാം വാർഡിൽ 2 റോഡ് നമ്മുടെ റോഡ് NREGS പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ 20-ാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അപേക്ഷ വെച്ചിരുന്നു. ആ ഫണ്ട് നമുക്ക് 2 റോഡല്ല 5 റോഡ് ചെയ്യുവാനും ഫണ്ടുണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട്. MGNREGSൻ്റെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ നമുക്ക് എത്ര റോഡുകൾ വേണമെങ്കിലും ചെയ്യാം, അതിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാന്ന് പറഞ്ഞത്. പക്ഷേ പ്രസിഡന്റ് ധാർഷ്ട്യം പ്രകാരം തന്നെ പ്രസിഡന്റ് ധാർഷ്ട്യം വെച്ചെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് അതിന് സാങ്കേതിക ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു റോഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. മാത്രമല്ല 20-ാം വാർഡിൽ ഒരു കൽവർട്ടിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ ആ കൽവർട്ട് എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്താതെന്ന് പറഞ്ഞു പറഞ്ഞു ഇതിന് ഡിവിഷൻ വയ്ക്കേണ്ടതാണ്. അതേസമയം വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി കമ്മിറ്റിയിൽ അംഗീകരിച്ചതിനു ശേഷം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള വിഷയത്തെക്കുറിച്ച് അനാവശ്യമായ ബഹളമുണ്ടാവുകയും യോഗത്തിൽ നിന്ന് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോകുകയുമാണ് ചെയ്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് പറഞ്ഞു. പഞ്ചായത്ത് നടത്തുന്ന മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രതിപക്ഷത്തിനിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ഇതിന് കാരണമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DC സെക്രട്ടറിമാരായ PK രാജൻ, KK ബാബു, VG അശോകൻ, KB ജയറാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, PT ജോൺസൺ, ട്രോളി വിനേഷ്, ടോണി അത്താണിക്കൽ, ഭീന സേവിയർ, പുഷ്പ വിശ്വംഭരൻ, ജിഷ സുരേന്ദ്രൻ, മരിയ ജിൻസി തോമസ്, ഷോയ് നാരായണൻ, CN പ്രഭാകരൻ, ജോസഫ് പള്ളിക്കുന്നത്ത്, PS ആനന്ദൻ, വാസു വളാഞ്ചേരി എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന അണ്ടർ-19 ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചന്ദന ചന്ദ്രനെ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. BJP മധ്യമേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മെമന്റോ കൈമാറി. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഹരീഷ്, BJP മണ്ഡലം സെക്രട്ടറിയും വലപ്പാട് 2-ാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു. OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറിയും ശക്തി കേന്ദ്ര ഇൻചാർജുമായ ഉണ്ണികൃഷ്ണൻ ആളൂപ്പറമ്പിൽ, BJP മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ദാസ് എന്നിവർ അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയായ ചന്ദന വലപ്പാട് എരുമത്തുരുത്തി ചന്ദ്രന്റെയും സനിതയുടെയും മകളാണ്. അഹമ്മദാബാദിൽ വെച്ച് നടന്ന ദേശീയ സ്കൂൾ ടീമിൽ കേരളത്തിനു വേണ്ടി മത്സരിച്ച ചന്ദന അണ്ടർ-19 ജില്ലാ ടീമിനു വേണ്ടിയും വിമൻസ് പ്രീമിയർ ടീമിലും 4 വർഷമായി തുടർച്ചയായി കളിച്ചു വരികയാണ്. കേരളത്തിലെ ഒരു സ്കൂൾ ഗെയിംസിലെ ടീമിൽ അംഗമാവാന്ന് പറയുന്നത് വളരെ അഭിമാനകരമായൊരു നേട്ടമാണ്. ഏകദേശം 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലായിട്ട് ഒരു 15 ലക്ഷത്തോളം കുട്ടികളുണ്ട്. ആ 15 ലക്ഷം കുട്ടികളിൽ നിന്നും 16 പേരെയാണ് സംസ്ഥാന സ്കൂൾ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അപ്പം അതിലൊരു അംഗമാവാന്ന് പറഞ്ഞാൽ വളരെ വലിയ നേട്ടമാണ് നമ്മൾ എത്തിപ്പിടിച്ചിട്ടുള്ളത്. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂൾ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് കിട്ടിയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പഠിച്ചുള്ള അന്നൊക്കെ ഞങ്ങൾ 4 വരെ മാത്രമേ പഠിപ്പിക്കുള്ളൂ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ആൺകുട്ടികളെ പഠിപ്പിക്കുള്ളൂ. 4ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും. എന്നുവെച്ചാൽ അന്ന് ആൺകുട്ടികൾ പഠിക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് എന്താ പറയുക, തള്ളക്കോഴി കൊത്തിയാട്ടണ പോലെ ഇവിടെ നാട്ടി വിട്ടു. ഞാനൊക്കെ ഏനാമോ സ്കൂളിൽ പോയിട്ട് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ സെന്റ് തോമസ് കോളേജിലെ PGയും UGയും ഒക്കെ അവിടെ പഠിച്ചു, B.Ed എടുത്തു. അങ്ങനെ ഞാൻ ടീച്ചറായിട്ട് വന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരു സ്ഥാപനം നിലകൊണ്ടു എന്ന് പറയുമ്പോൾ അതിന് കുറേ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നിന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കഥ മനസ്സിലേക്ക് കടന്നു വരുന്നു. സിസ്റ്റർ സാലി പോൾ അധ്യക്ഷത വഹിച്ചു. മണലൂർ വെസ്റ്റ് പള്ളി വികാരി ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിന്നി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ ഷാനി അനിൽകുമാർ, OSA പ്രസിഡന്റ് ഡോക്ടർ ആന്റണി തോപ്പിൽ, PTA പ്രസിഡന്റ് CJ റിജോ, CG ദേവസി, MPTA പ്രസിഡന്റ് സൗമ്യ സാബു എന്നിവർ സംസാരിച്ചു. മദർ ഡേസ് ലൈറ്റ് സമ്മാന വിതരണം നടത്തി. മുരളികയായി എന്നെ മാറ്റൂ, പാവന വചസിൻ
ഭജന സംഗീത രാഗവുമായി പാരിലെങ്ങും പോകാം യേശുവിൻ നാമഗീതികളാലെ മാനസങ്ങൾ നേടാം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കാൽ നൂറ്റാണ്ടായി കേബിൾ ടിവി രംഗത്ത് കേരളക്കരയിൽ നിറസാന്നിധ്യമായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ 14ാം തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ. ഫെബ്രുവരി 8 പ്രതിനിധി സമ്മേളനം VA വർഗീസ് നഗർ, ചാലക്കുടി ടൗൺ ഹാൾ. ഫെബ്രുവരി 9 പൊതുസമ്മേളനം TV വിനോദ് കുമാർ നഗർ, ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ട്. മന്ത്രിമാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സിഒഎ ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കുന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ 14ാം തൃശൂർ ജില്ലാ സമ്മേളനം. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. സിഒഎ എന്നും ജനങ്ങൾക്കൊപ്പം. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിന്റെ അനിശ്ചിതത്വത്തിനെതിരെയും പൊതുശ്മശാനം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥിതിക്കും അഴിമതിക്കുമെതിരെയും പ്രതിഷേധിച്ച് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷത വഹിച്ചു. MR രാമദാസ്, MB സജീവ്, VK മോഹനൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, റസിയ ഹബീബ്, E രമേശൻ, രഘുനല്ലയിൽ, സുധീർ പാടൂർ, അഡ്വക്കേറ്റ് യദു കൃഷ്ണൻ, ശാന്ത സോളമൻ, വാസു എന്നിവർ സംസാരിച്ചു. ബിജേഷ് പന്നിപ്പുലത്ത്, ഷാനവാസ് അന്തിക്കാട്, കിരൺ തോമസ്, സിദ്ധൻ കളത്തിൽ, VB ലിബീഷ്, MP വത്സല, N ബാലഗോപാലൻ, സന്ദീപ് ബാബു, മോഹൻദാസ്, ഉണ്ണി പുക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ്യത്തിന്റെ ഭാഗമായുള്ള ഗ്രാമപഞ്ചായത്തുകൾ. ആ ഗ്രാമപഞ്ചായത്തിന്റെ അധികാര പരിധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിനു വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട
ഉത്തരവാദിത്തമാണ് നമ്മൾ 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ പഞ്ചായത്ത് ഭരണസമിതി ഏൽപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ദീർഘകാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്തിക്കാട് പഞ്ചായത്ത് ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളിലും ശ്രദ്ധിക്കുവാൻ സമയം കണ്ടാത്ത ഒരു പഞ്ചായത്ത് ഭരണകൂടമായി ഇവിടെ മാറിയിരിക്കുന്നു. ഇവിടെ സി രാജീവ് പറഞ്ഞ കമ്മ്യൂണിറ്റി ഹാളിൻ്റേതുൾപ്പെടെ അതുപോലെ തന്നെ കംഫർട്ട് സ്റ്റേഷൻ്റെ ആയാലും പൊതുകളി സ്ഥലത്തിൻ്റെതായാലും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമുള്ള അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഒരുവിധ നടപടികളും സ്വീകരിക്കുവാനോ അതിന് വേണ്ട വിശാല താല്പര്യം. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഇടവേള കിറ്റ് വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ലക്ഷ്മി പദ്ധതി വിശദീകരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, ഇ പി അജയഘോഷ്, ബി കെ മണിലാൽ, രശ്മി ഷിജോ, സിജി സുരേഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വിഹിതവും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും വിനിയോഗിച്ച് 750 ഗുണഭോക്താക്കൾക്കാണ് സൗജന്യമായി കിറ്റ് നൽകിയത്. ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയവയാണ് 500 രൂപയുടെ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ അപേക്ഷിച്ച വാർഡുകളിലെ മുഴുവൻ ജനങ്ങളിലേക്കും 6.5 ലക്ഷം രൂപ പഞ്ചായത്ത് വിഹിതവും 1 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം ഉൾപ്പെടുത്തി 7.5 ലക്ഷം രൂപ തുക വിനിയോഗിച്ചുകൊണ്ടാണ് 500 രൂപ വില വരുന്ന 5 ഐറ്റംസ് അടങ്ങുന്ന ഇടവേള കിറ്റ് വിതരണം ചെയ്തത്. തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി KP നിവേദിത കുട്ടികളുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. സർട്ടിഫിക്കറ്റ് വിതരണവും സമ്മാനദാനവും നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ KB ഷൺമുഖൻ, CS മണികണ്ഠൻ, ഐഷാബി അബ്ദുൽ ജബ്ബാർ, നികിത P രാധാകൃഷ്ണൻ, തളിക്കുളം BPC സിന്ധു, നാട്ടിക ഈസ്റ്റ് UP സ്കൂൾ PTA പ്രസിഡന്റ് സജീഷ്, തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ KS സനീഷ്, പാർലമെന്റ് കോർഡിനേറ്റർ KV പ്രവീൺ, ശ്രീവിലാസ് UP സ്കൂൾ PTA പ്രസിഡന്റ് സിജ ജയരാജ്, KG അനാമിക, മുഹമ്മദ് ആദിൽ എന്നിവർ സംസാരിച്ചു. 14 വാർഡുകളിൽ നിന്നായി 150ഓളം കുട്ടികൾ പങ്കെടുത്തു. പരിപാടിയാണ് സമേതം. കുട്ടികൾ നാളത്തെ പൗരന്മാർ എന്ന കാഴ്ചപ്പാട് മാറ്റുകയും ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ പൗരന്മാർ എന്ന ആശയമായാണ് കുട്ടികളുടെ പാർലമെന്റ് എന്ന പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾ ഓരോ മേഖലകളിലും, അതായത് കായിക മേഖല, കാർഷിക മേഖല, സാഹിത്യ മേഖല, ഗതാഗത മേഖല തുടങ്ങിയ മേഖലകളിലും വരുത്തേണ്ട പരിഷ്കാരങ്ങളും വീട്ടുകാർ, വിദ്യാലയം, പഞ്ചായത്ത്, സർക്കാർ എന്നിവ ചെയ്തു തരേണ്ടതായ പരിഷ്കാരങ്ങളും. നാട്ടിക ശ്രീ ആരിക്കരി ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, നിർമാല്യ ദർശനം, അഭിഷേകം, ഉഷപൂജ, പന്തിരടി പൂജ, ശീവേലി എഴുന്നള്ളിപ്പ്, നവകാഭിഷേകം, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് 7 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും നടന്നു.
തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, രാത്രി പിന്നണി ഗായിക ദുർഗ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ മെഗാ മ്യൂസിക്കൽ നൈറ്റ്, കേളി, പറ്റ്, തായമ്പക, പുലർച്ച താലപ്പൊലിയോട് കൂടിയ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രത്തിൽ ഉപദേവതകളുടെ പ്രതിഷ്ഠാദിനവും ശ്രീ ഭുവനേശ്വരി ദേവിക്ക് തോറ്റംപാട്ടും ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, തുടർന്ന് ഉപദേവതകളായ ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യസ്വാമി, ഭുവനേശ്വരി ദേവി എന്നിവർക്ക് കലശപൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് രാത്രി വാദ്യമേള താലം വരവോടെ ശ്രീ ഭുവനേശ്വരി ദേവിയുടെ എഴുന്നള്ളിപ്പ് ദേവി സന്നിധിയിൽ നടന്നു. ശേഷം തോറ്റംപാട്ട്, പൂജ എന്നിവ ഉണ്ടായിരുന്നു. ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദര സ്വാമികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ സെന്റ് സെബാസ്റ്റ്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണം നടന്നു. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ ദിനമായിരുന്ന ചൊവ്വാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ കുർബാന നടന്നു. ഫാദർ ഷാൾജിൻ അറക്കപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിജോ എടക്കളത്തൂർ സന്ദേശം നൽകി. വികാരി ഫാദർ ഏബിൾ ചിറമൽ സഹകാർമ്മികനായി. വൈകിട്ട് 4:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവകാംഗം ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി നേതൃത്വം നൽകി. തുടർന്ന് പ്രദക്ഷിണവും രാത്രി ഗാനമേളയും നടന്നു. ട്രസ്റ്റിമാരായ CA സോളമൻ, KF ജോസഫ്, CA ലോനപ്പൻ, ജനറൽ കൺവീനർ PT ഡൊമിനിക് എന്നിവർ നേതൃത്വം നൽകി. 24 മുതൽ നവനാളുകൾ 9 ദിവസങ്ങളിലായി വൈകിട്ട് 5:30 നമ്മൾ ദേവാലയത്തിൽ നടത്തുകയുണ്ടായി. 28-ാം തീയതി വൈകിട്ട് ദീപബലിക്ക് ശേഷം 6:30 ലൈറ്റ് ഓൺ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. 29-ാം തീയതി രാവിലെ ദീപബലിക്ക് ഇടവക വികാരി ഫാദർ ഏബിൾ ചിറമൽ കാർമ്മികനായി. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ വേല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പ്രദേശത്തെ 5 വേല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാളക്കളി, വട്ടമുടി തുടങ്ങിയ പ്രാചീന കലകളും ശിങ്കാരിമേളം, ശിങ്കാരി കാവടി,
ടാബ്ലോ തുടങ്ങിയ വ്യത്യസ്ത ഇനം നൂതന കലകളും വേല മഹോത്സവത്തിന്റെ ഭാഗമായി. 2 ദിവസമായി നടന്ന പൂരമഹോത്സവത്തോടനുബന്ധിച്ചാണ് വേല സംഘടിപ്പിച്ചത്. നിരവധി പേർ 2 ദിവസമായി നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ 524-ാം തിരുനാൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം വിശുദ്ധന്റെ അമ്പുകൾ യൂണിറ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി. തുടർന്ന് വൈകിട്ട് 5:30 വേസ്പെര, തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. വൈകിട്ട് 10:30 കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ രാത്രി അമ്പുകൾ ദേവാലയത്തിൽ സമാപിച്ചു. തിരുനാൾ ദിവസമായ ബുധനാഴ്ച രാവിലെ ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ പൂവത്തിങ്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ജോബ് പടയാട്ടിൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ആൻഡ്രു അക്കര സഹകാർമ്മികനായി. വികാരി ഫാദർ ബാബു അപ്പാടൻ, കൈക്കാരന്മാരായ ഷാജി ചാലിശ്ശേരി, ANG ജെയ്ക്കോ, ഫിന്നി ഫ്രാൻസിസ്, കുടുംബ കൂട്ടായ്മ കൺവീനർ ജെയിംസ് ഇലുവത്തിങ്കൽ, കുടുംബ കൂട്ടായ്മ ഭക്തസംഘടന ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം ശ്രീധർമ്മ ശാസ്താക്ഷേത്രത്തിൽ ഉത്രം വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് അന്നദാനം, വിവിധ ആഘോഷ കമ്മിറ്റികളുടെ കാവടി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തുടർന്ന് നടന്ന പൂരമെഴുന്നള്ളിപ്പിൽ ഇത്തിത്താനം വിഷ്ണുനാരായണൻ തിടമ്പേറ്റി. മേളത്തിന് ഉദയൻ കണ്ണമ്പ്രയും പഞ്ചവാദ്യത്തിന് മച്ചാട് രാജനും നേതൃത്വം നൽകി. ലയവാദ്യ കലാനിധി ഇളം കലൈമണി, കോട്ടയം മഗിൽ, തിരുമണി വെങ്കിട്ടപുരം, പ്രവീൺ രാജ് എന്നിവരുടെ നാഗസ്വര കച്ചേരിയും പഞ്ചമദള കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും നടന്നു. ശാസ്താംപാട്ടിന് തളിക്കുളം KPR മോഹനൻ ആശാൻ നേതൃത്വം നൽകി. രാത്രി തളിക്കുളം ശങ്കരനാരായണ ക്ഷേത്രത്തിലേക്ക് മാലയ്ക്ക് പോകൽ, തുടർന്ന് ഭസ്മകാവടി, രാത്രിപൂരം എന്നിവയും ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു.
നാട്ടിക ബീച്ച് പരേതനായ എരേച്ചൻ വേലായുധന്റെ ഭാര്യ സുശീല നിര്യാതയായി. 88 വയസ്സായിരുന്നു. താര, EV ധർമ്മൻ, മുരളീധരൻ, പ്രഭാവതി, പ്രിയ എന്നിവർ മക്കളും രവി, ദീപ, ശോഭന, മോഹനൻ, രമണൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ COA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനാചരണവും KSEB ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരവും നടത്തി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെ അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നാട്ടിക ആരിക്കിരി ഭഗവതി ക്ഷേത്ര മഹോത്സവം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.